കർമ്മല മാതാവ്: മകനെ, ഇതാ എന്റെ ഉത്തിരീയം. ഇത് ധരിച്ചു മരിക്കുന്നവർ നിത്യനരകാഗ്നിയിൽ നിബന്ധിക്കുകയില്ല. ഇത് രക്ഷയുടെ അടയാളവും അപകടങ്ങളിൽ നിന്നുള്ള സംരക്ഷണവും സമാധാനത്തിന്റെ അച്ചാരവുമാണ്. 1251 വിശുദ്ധ സൈമൺ സ്റ്റോക്കിനെ പരിശുദ്ധ ദൈവമാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഉത്തിരീയം നൽകിക്കൊണ്ട് പറഞ്ഞ വാക്കുകളാണ് ഇത്. ഇതിന്റെ ഓർമ്മയ്ക്കായി ജൂലൈ 16 ആഗോള കത്തോലിക്ക സഭ മുഴുവനും കർമ്മല മാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നു. യേശുവിന്റെ ജനനത്തിന് മുമ്പ് തന്നെ കർമ്മലമല പഴയ നിയമ ഗ്രന്ഥത്തിലൂടെ നമുക്ക് സുപരിചിതമാണ്. കാർമൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവത്തിന്റെ പൂന്തോട്ടം എന്നാണ്. 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ ആഹാബ് രാജാവിന്റെ കാലത്ത് ഏലിയായുടെ തീഷ്ണത കത്തിജ്വലിച്ച കാർമൽ മല, ബാൽദേവന്മാരെ അവിടെ തറപറ്റിച്ചുകൊണ്ട് ഏക സത്യ ദൈവത്തിന്റെ ശക്തി പ്രകടമായ ദൈവമക്കളെ തിരിച്ചു കൊണ്ടുവന്ന, ദൈവവിശ്വാസത്തിലേക്ക് വന്ന കാർമൽ മല. ഈ കാർമൽ മലയിലാണ് 12-ാം നൂറ്റാണ്ടിൽ ഒരു കൂട്ടം സന്യാസിമാർ ചേർന്ന് ഒരു സന്യാസ സഭ സ്ഥാപിക്കുകയും അവിടെ ത്യാഗജീവിതം നയിക്കുകയും ചെയ്തത്. അവിടെ ഏലിയായുടെ തീഷ്ണത നമുക്ക് കാർമൽ മലയിൽ പ്രകടമാണ്. ചെറിയ ചെറിയ സൗകര്യങ്ങളിലും ചെറിയ ഗുഹകളിലും അവർ ഏലിയായുടെ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് സന്യാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ദൈവത്തിന്റെ കൈയൊപ്പും അവിടുത്തെ സാന്നിധ്യവും ഈ മലയിൽ നിറഞ്ഞു നിൽക്കുന്നു എന്ന് അവർ വിശ്വസിച്ചു. കുരിശുയുദ്ധകാലത്ത് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ സഭ തഴച്ചു വളർന്നുവെങ്കിലും അവർക്കൊട്ടേറെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. ഈ കാലഘട്ടത്തിലാണ് അമ്മ പ്രത്യക്ഷപ്പെട്ട് ആത്മസംരക്ഷണത്തിനു വേണ്ടി ഉത്തിരീയം നൽകിയത്. ക്രമേണ ലോകമെമ്പാടുമുള്ള മാതൃഭക്തർ കർമ്മലോത്തിരീയം ധരിക്കുവാൻ തുടങ്ങി. 1322 ജോൺ 22-ാം മാർപ്പാപ്പയ്ക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വേറൊരു വാഗ്ദാനം കൂടി നൽകുകയുണ്ടായി. കൃപാവരങ്ങളുടെ രാജ്ഞിയായ ഞാൻ എല്ലാ ശനിയാഴ്ചയും ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് കർമ്മലോത്തിരീയം ധരിച്ച് മരിക്കുന്നവരെ, ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെ പാപമോചനം നൽകി സ്വർഗത്തിലേക്ക് കരകയറ്റും. പാപമോചനം എന്നാൽ കർമ്മലോത്തിരീയം സ്ഥിരമായി ധരിക്കുക, താങ്കളുടെ ദൈവവിളിക്കനുസരിച്ച് ലൈംഗിക വിശുദ്ധി പാലിക്കുക, ദൈവമാതാവിന്റെ സ്തുതിക്കായിട്ട് സ്തുതികൾ കൊന്ത നമ്മൾ ചൊല്ലുക. ഈ അവസരത്തിൽ ഏറ്റവും പ്രസക്തിയേറിയ ഒരു സന്ദേശമാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മാതാവ് നമുക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. ജീവിത വ്യഗ്രതയുടെയും സുഖലോലുപതയിലും മുഴുകിയിരിക്കുന്ന ദൈവമക്കളോട് കർമ്മലനാഥയ്ക്ക് ഇതുതന്നെയാണ് പറയുവാനുള്ളത്. നിത്യതയിലേക്കുള്ള യാത്രയിൽ പാഥേയമായ വിശുദ്ധ കുർബാനയും ആത്മപോഷണത്തിനായി ദൈവവചനവും സാത്താനെ തോൽപ്പിക്കാൻ ആയുധമായി ജപമാലയും അത്യാവശ്യമായിട്ടുള്ളതുപോലെ നിത്യത പുൽകാൻ കർമ്മലോത്തിരീയം അത്യന്താപേക്ഷിതമാണ്. കർമ്മല മാതാവിന്റെ സൗഹാർദ്ദത്തിന്റെയും രക്ഷയുടെയും അച്ചാരവുമായ കർമ്മലോത്തിരീയം ധരിച്ച് സ്വർഗത്തെ പുൽകാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. കർമ്മല മാതാവിന്റെയും തിരുക്കുമാരന്റെയും വിശുദ്ധ പിതാവിന്റെയും അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കുമാറാകട്ടെ.